സന്താനഗോപാലം കഥയാണ് അടുത്തത് പറയുന്നത്. സന്താനഗോപാലം ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും ദ്വാരകയിൽ താമസിച്ചിരുന്ന ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും ഉണ്ടായിരുന്നു. സന്താനങ്ങളെ നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയുമായിരുന്നു. കുട്ടികളുണ്ടാവൂത്രേ, പക്ഷേ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ മരിച്ചു പോവും. അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയിട്ട് സങ്കടത്തോടു കൂടിയിട്ട് ആ ബ്രാഹ്മണൻ വലിയ ഭക്തനാണ്, ഭഗവാന്റെ അങ്ങേയറ്റത്തെ ഭക്തനാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇത്രയും ഭഗവാനെ ഭജിച്ചിട്ടും ഒരു സന്താനത്തെ കിട്ടാനുള്ള ഭാഗ്യം ഇല്ല. ഒരു സന്താനത്തെ വേണ്ട രീതിയിൽ ലാളിച്ച് വളർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓരോ തവണയും കുട്ടി ഉണ്ടാവും, ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഓരോ തവണയും ഭഗവാനെ നല്ലോണം ഭഗവാനോട് ദേഷ്യം തോന്നൂത്രേ. ഇത്രയും ഞാൻ ഭജിച്ചിട്ടും, നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത്രയും ഞാൻ ഭജിച്ചിട്ടും ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നുവല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തവണയും കുട്ടികൾ മരിക്കുമ്പം ബ്രാഹ്മണൻ കരഞ്ഞ് നിലവിളിച്ച് ഭഗവാനോട് പറയൂത്രേ. ആ പറയുകയാണ്, വിഷമിച്ചു കഴിഞ്ഞ് തനിയെ പറഞ്ഞ് ആശ്വസിക്കും. ദൈവം കവാനിരുന്ധ്യാന്ന്, എൻ്റെ കർമ്മഫലത്തെ ആര് തടയാനാണ്? ഈ ഭഗവാന് പോലും എന്നെ രക്ഷിക്കാനാവുന്നില്ലല്ലോ, എൻ്റെ കർമ്മഫലം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വിഷമിച്ച് ഇരിക്കും. ഓരോ തവണയും സങ്കടപ്പെടും. ആ ഭാര്യയെയും സമാധാനിപ്പിക്കും, സാരമില്ല, അടുത്ത പുത്രൻ ഉണ്ടാവും, നമുക്ക് വിഷമിക്കണ്ട, നമുക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം. ദേഷ്യത്തിൽ ഭഗവാനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുമെങ്കിലും വീണ്ടും വിചാരിക്കൂ ഇത്രേ, സാരമില്ല, എല്ലാം ശരിയാവും കുട്ടിയെന്ന് ഭാര്യയെയും പറഞ്ഞ് സമാധാനിപ്പിക്കൂ ഇത്രേ. അങ്ങനെ 8 പുത്രന്മാരുണ്ടായി. ഈ 8 പുത്രന്മാരും മരിച്ചു. 9ാമത്തെ പുത്രനുണ്ടായി. ആ 9ാമത്തെ പുത്രൻ മരിച്ച് ആ സങ്കടത്തോടു കൂടിയിട്ട് വിഷമത്തോടു കൂടിയിട്ട് ആ ബ്രാഹ്മണൻ ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണത്രേ അർജുനൻ ദ്വാരകയിലേക്ക് വരികയാണ്. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അർജുനൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. ആ വരുന്ന വഴിയിലാണത്രേ ഈ ബ്രാഹ്മണൻ്റെ ഗൃഹം ഉള്ളത്. വരുന്ന വഴിയിൽ ഈ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ബ്രാഹ്മണൻ ഉറക്കെ നിലവിളിച്ച് കരയുന്നത് കേൾക്കാം. അപ്പോൾ അർജുനന് തോന്നിയിത്രേ, എന്താണാവോ ഈ ബ്രാഹ്മണൻ ഇത്രയും വിഷമം, എന്തിനാണ് ഈ ബ്രാഹ്മണൻ ഇത്രേ വിഷമിച്ച് കരയുന്നത്? അതിനിടയിൽ കൃഷ്ണ എന്ന് വിളിക്കുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ അർജുനൻ വിചാരിച്ചു ഒന്ന് പോയി അന്വേഷിച്ച് കളയാം. അപ്പോൾ കരഞ്ഞു നിലവിളിച്ച് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണനെ വിളിച്ച് അർജുനൻ ചോദിക്കുകയാണ് ബ്രാഹ്മണനോട്, എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഭഗവാനെ വിളിക്കുന്നത് കേട്ടുല്ലോ? എന്താണ് നിങ്ങളുടെ ദുഃഖം എന്ന് ചോദിക്കുകയാണ്. ചോദിക്കേണ്ട താമസം തൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ അർജുനനോട് പറഞ്ഞു തീർക്കുകയാണ്. ഈ അർജുനൻ ആരാന്നൊന്നും അറിയില്ല. ആരോ വഴിയെ പോയ ഒരാള് വന്നു, എന്തായാലും തൻ്റെ സങ്കടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഭഗവാന്റെ പറയുകയാണ്, ഞാൻ ആ ഭഗവാനെ ഇത്രയും ഉപാസിച്ചിട്ട് പോലും എനിക്ക് ഇതുവരെ ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ല. എന്താണോ ഭഗവാൻ ഇങ്ങനെ ദയയില്ലാതെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിഷമങ്ങൾ മുഴുവനും പറഞ്ഞു. ദാ കണ്ടില്ലേ, 9ാമത്തെ കുട്ടിയാണ് ഈ കിടക്കണത്. എൻ്റെ വിഷമം ഞാനിനി ആരോട് പറയാനാണ്? ഭഗവാനോട് പറഞ്ഞിട്ടൊന്നും ഒരു നിവൃത്തിയും കാണുന്നില്ല. ഇനി ഞാൻ എൻ്റെ വിഷമം ആരോട് പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുതപ്പെട്ട് ഗദ്ഗതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അർജുനൻ ആ തോളിൽ തട്ടി, അർജുനൻ ആ ബ്രാഹ്മണൻ്റെ തോളത്തൊക്കെ തട്ടി ആ ബ്രാഹ്മണനെ ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, വിഷമിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട, നിങ്ങളുടെ ദുഃഖം ഞാൻ തീർത്ത് തരാം, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളെ ഞാൻ സഹായിക്കാം എന്ന് പറയുകയാണ് അത്രേ. അപ്പോൾ ആ ബ്രാഹ്മണനൊന്ന് അത്ഭുതപ്പെട്ട അർജുനനെ ആകെ മൊത്തം ഒന്ന് നോക്കുകയാണ്. ആരാണാവോ ഇയാള്? അപ്പോഴാണ് ഓർമ്മ വന്നത് അല്ലേ? ആ സങ്കടമൊക്കെ വേഗം പറഞ്ഞു തീർത്തു. പക്ഷേ താൻ രക്ഷിച്ചോളാന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ അർജുനനെ ഒന്ന് നോക്കുന്നത്. അടിമുടി അർജുനനെ ഒന്ന് നോക്കി.
ആരാണാവോ ഇയാള് എന്ന് വിചാരിക്കുകയാണ്. അപ്പം അർജുനന് മനസ്സിലായി തന്നെ വേണ്ടത്ര അങ്ങോട്ട് പരിചയമില്ല എന്ന് തോന്നണു. അപ്പോൾ അർജുനൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അത്രേ ബ്രാഹ്മണന്. ആരാണ്? ഞാൻ അർജുനനാണ്. പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ബ്രാഹ്മണന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ അർജുനനാണ്. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, ഏതർജുനൻ അല്ലേ? അപ്പോൾ അർജുനൻ തന്നെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പഞ്ചപാണ്ഡവർ എന്ന് കേട്ടിട്ടില്ലേ? പഞ്ചപാണ്ഡവരിൽ മധ്യപാണ്ഡവനാണ് ഞാൻ. വില്ലാളി വീരനാണ്. എൻ്റെ കയ്യിൽ അമ്പും വില്ലും നിങ്ങൾ കണ്ടില്ലേ അല്ലേ? ആ ഭാരത യുദ്ധം ജയിച്ച ആളാണ് ഞാൻ അല്ലേ? അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നിങ്ങൾ അടുത്ത പുത്രൻ അടുത്ത ആ ഗർഭമാവുമ്പോഴേക്കും എന്നെ വിളിച്ചാൽ മാത്രം മതി. അടുത്ത പ്രസവമാവുമ്പോഴേക്കും എന്നെ വിവരം അറിയിച്ചോളൂ. ഞാൻ എന്തായാലും കുറച്ചു കാലം ഈ ദ്വാരകയിൽ ഉണ്ടാവും, ആ ഭഗവാന്റെ ഗൃഹത്തിൽ ഉണ്ടാവും. അപ്പോൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി, ഞാൻ വന്നോളാം, ഞാൻ രക്ഷിച്ചോളാം നിങ്ങളുടെ കുട്ടിയെ. അപ്പോൾ അന്ന് അതിശയമൊക്കെ തോന്നി. ഭഗവാൻ പോലും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഇയാളെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയത്തോടു കൂടിയിട്ട് ആ ബ്രാഹ്മണൻ അർജുനനെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വിചാരിച്ചു, എന്തായാലും ഒന്ന് ശ്രമിക്കുക തന്നെ, ചിലപ്പോൾ ആൾക്ക് രക്ഷിക്കാൻ സാധിച്ചെങ്കിലോ ഒരു ഉണ്ണിയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചു. എന്നാ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം അർജുനൻ തോളത്തൊക്കെ തട്ടി സമാധാനിപ്പിച്ച്, സമയമാകുമ്പോൾ എന്നെ വിളിച്ചോളൂ, ഞാൻ ദ്വാരകയിലുണ്ടാവും, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് അർജുനൻ അവിടുന്ന് ദ്വാരകയിലേക്ക് പോയി, ഭഗവാന്റെ അടുത്തേക്ക് പോയി. ആ ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ നേരെ ചെന്ന് ബ്രാഹ്മണ പത്നിയോട് പറയുകയാണ്, ദാ ഒരു വിദ്വാൻ ഇവിടെ എത്തുണ്ടായി. അർജുനൻ എന്നൊക്കെയാണ് പേര് പറഞ്ഞത്. പഞ്ചപാണ്ഡവനാണെന്നോ മധ്യപാണ്ഡവനാണെന്നോ യുദ്ധം ജയിച്ചതാണെന്നോ ഒക്കെ പറഞ്ഞു. എന്തായാലും നമ്മളുടെ അടുത്ത കുട്ടിയെ അയാൾ രക്ഷിച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സമയമാകുമ്പോൾ അയാളെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് ആ ബ്രാഹ്മണനും ബ്രാഹ്മണപത്നിയും അങ്ങനെ കാലം കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കെ ബ്രാഹ്മണപത്നി 10ാമതും ഗർഭവതിയായി. ആ ഗർഭം ഓരോ ദിവസം കഴിയുന്തോറും ദിവസവും ആ ബ്രാഹ്മണൻ ഓർമ്മിപ്പിക്കൂത്രേ, സാരമില്ല, വിഷമിക്കണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട, ആ വിദ്വാൻ വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നമുക്ക് ആളെ അറിയിക്കാം, സമയമാവുമ്പം ആളെ വിളിക്കാം, ആൾ എന്തായാലും രക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും നമുക്ക് ഒരു ഉണ്ണിയെ കിട്ടും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണ പത്നിയെയും സമാധാനിപ്പിച്ചു. അങ്ങനെ ആ പ്രസവ സമയം അടുത്തു. അപ്പോൾ ബ്രാഹ്മണൻ ഓർമ്മ വന്നു അല്ലേ, അർജുനനെ വിവരം അറിയിക്കാമെന്ന് പറയുണ്ടായി. ആ അർജുനൻ ദ്വാരകയിലുണ്ട് എന്നും പറയുണ്ടായി. ബ്രാഹ്മണൻ വേഗം അടുത്ത് ഒരു ഉണ്ണിയെ വിളിച്ചു, ഒരാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞയക്കുകയാണ്, ദ്വാരകയിൽ അർജുനൻ എന്ന പേരായിട്ടൊരു വിദ്വാനുണ്ട്, ആൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയമായി വരാൻ അദ്ദേഹത്തോടൊന്ന് ചെന്ന് പറയണം എന്ന് ബ്രാഹ്മണൻ ആ ദൂതനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സന്തോഷമായി ആ അർജുനൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ദൂതൻ അവിടെ ചെന്ന് അർജുനനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അർജുനനെ ചെന്ന് കണ്ടുപിടിച്ചു, അർജുനനോട് ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു. രഹസ്യമായിട്ട് പോയി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണൻ. അങ്ങനെ അർജുനൻ്റെ അടുത്ത് ചെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു. അർജുനൻ അവിടുന്ന് ഭഗവാനോടൊപ്പം ഇരിക്കുന്ന സമയത്താണ് അത്രേ രഹസ്യമായിട്ട് ദൂതൻ വന്ന് പറഞ്ഞത്. അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു. എഴുന്നേറ്റപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് അത്രേ, എങ്ങോട്ടാണ് അർജുന? അപ്പോൾ അർജുനൻ പറഞ്ഞു, കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഇപ്പം വരാം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എൻ്റെ വല്ല സഹായവും ആവശ്യമുണ്ടോ? അർജുനൻ പറഞ്ഞു, നിസ്സാരം ഒരു ചെറിയ കാര്യമാണ്, അങ്ങയുടെ ആവശ്യമൊന്നുമില്ല, ഇതെനിക്ക് തീർക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ, ഞാനിപ്പം പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു അത്രേ. അപ്പോൾ ഭഗവാൻ ചിരിക്കുകയാണ്. അർജുനൻ പുറപ്പെട്ടു. അർജുനൻ പോന്നു. അവിടുന്ന്
ഭഗവാൻ ചിരിക്കുകയാണ് അത്രേ. പോയിട്ട് വരട്ടെ, ഇപ്പൊ കാണാം എന്താവും എന്നുള്ളത്. അർജുനൻ അങ്ങനെ എത്തി. അർജുനനെ കണ്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ വിചാരിച്ചിരുന്നു, ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങാൻ ഈ പറഞ്ഞ വിദ്വാൻ വരുവോ, ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ എന്ന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അർജുനനെ കണ്ടതോടുകൂടിയിട്ട് ആ സംശയമൊക്കെ തീർന്നു. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ അർജുനൻ പറയുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ആ വില്ല് കൊലച്ച് ആ ശരങ്ങളെ കൊണ്ട് ഒരു സൂതിഗേഹം ഉണ്ടാക്കി. പ്രസവ മുറിയെ വേണ്ട രീതിയിലൊന്ന് സംരക്ഷിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ ശരങ്ങളെ ഭേദിച്ച് ഒന്നിനും നിങ്ങളുടെ കുട്ടിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ഈച്ച പോലും ഇതിനുള്ളിലേക്ക് കടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്പും വില്ലും കുലച്ചുകൊണ്ട് തന്നെ ആ സൂതിഗേഹത്തിന് കാവൽ നിൽക്കുകയും ചെയ്തു. അവിടെ തന്നെ നിൽക്കുകയാണ്, ആ സൂതിഗേഹത്തിന് കാവൽ നിൽക്കുകയാണ്. ബ്രാഹ്മണനാണെങ്കിലോ പരിഭ്രമമായി. ആ പ്രസവം അടുക്കും തോറും ബ്രാഹ്മണന്റെ പരിഭ്രമം കൂടി വരികയാണ്. ഇത്തവണയെങ്കിലും ഒരാശ്വാസവുമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഇത്തവണയെങ്കിലും കുട്ടിയെ കിട്ടുന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നാൽ അതിനപ്പുറം പരിഭ്രമമുണ്ട് അല്ലേ? ആ പരിഭ്രമത്തോടു കൂടി അങ്ങനെ ബ്രാഹ്മണൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും അർജുനനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അർജുനൻ കണ്ണുകൊണ്ട് കാണിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന് ആ ബ്രാഹ്മണനോട് കാണിക്കുകയും ചെയ്യും. അങ്ങനെ അർജുനൻ അങ്ങനെ കാവൽ നിൽക്കുകയാണ്. അകത്ത് ആ പ്രസവഗൃഹത്തിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാനുണ്ടായി. കരച്ചിൽ കേട്ടതോടുകൂടിയിട്ട് ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ ആ നെഞ്ചത്ത് കൈവച്ച് അറിയുകയാണ്, ഹാവൂ ഇത്തവണയെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് ബ്രാഹ്മണൻ അകത്തേക്ക് ചെന്നു. സൂതിഗേഹത്തിലേക്ക് അകത്തേക്ക് ചെന്നു. ബ്രാഹ്മണ പത്നിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് അത്രേ, കുട്ടിയുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുണ്ടായുള്ളൂ, കുട്ടിയെ കാണുന്നില്ല. അപ്പോൾ ബ്രാഹ്മണ പത്നിയോട് ചോദിച്ചു അത്രേ, എവിടെ കുട്ടി? അപ്പോൾ ബ്രാഹ്മണ പത്നി മേലോട്ട് കൈയോർത്തി കാണിക്കുകയാണ്, എനിക്കൊന്നും അറിയില്ല, കരച്ചിൽ മാത്രമേ ഞാനും കേട്ടുള്ളൂ, പക്ഷേ കുട്ടിയെ കാണുന്നില്ല. അതോടുകൂടിയിട്ട് ബ്രാഹ്മണന് ദേഷ്യവും സങ്കടവും സഹിക്കം വയ്യാണ്ടായി ഇത്രേ. ആ ദേഷ്യത്തോടു കൂടിയിട്ട് ബ്രാഹ്മണൻ സൂതിഗേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അർജുനനെ തട്ടി വിളിച്ചിട്ട് അർജുനനോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് അർജുനനാണ്, പഞ്ചപാണ്ഡവനാണ്, മധ്യപാണ്ഡവനാണ്, യുദ്ധം ജയിച്ചതാണ്, കുട്ടിയെ രക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിയുടെ ശവം പോലും കാണുന്നില്ല. ഇത്ര നാള് ആ കുട്ടിയുടെ ശവമെങ്കിലും കാണാനുണ്ടായിരുന്നു, ഇപ്പോൾ ആ കുട്ടിയുടെ ശരീരം പോലും കാണുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് ഇങ്ങനെ എന്നെ വിഷമിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ 9 തവണയും ഭഗവാനെ എത്രത്തോളം ചീത്ത വിളിച്ചോ അതിനപ്പുറം ചീത്ത വിളിച്ചു അർജുനനെ അല്ലേ? നല്ല ഗംഭീരമായി സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചു. അർജുനൻ മുമ്പ് എങ്ങും കേട്ടിട്ടില്ല അത്രേ ഇങ്ങനെയൊരു. അർജുനന് സങ്കടവും വന്നു. താൻ ഏറ്റൊരു കാര്യം തനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം വന്നു. അർജുനൻ പറഞ്ഞു, വിഷമിക്കണ്ട, ആ ഉണ്ണിയെ ഞാൻ തിരിച്ചു കൊണ്ടുതരും എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ഈ ലോകം മുഴുവനും പോയി അന്വേഷിച്ചിട്ട് വരികയാണ്. സകല ലോകങ്ങളിലും ചെന്ന് ആ ഉണ്ണിയെ അന്വേഷിച്ചു. പോയി അന്വേഷിച്ചിട്ട് വന്നോളൂ. ദ്വാരകയിലല്ല, ദ്വാരകയിൽ ഒഴികെ ബാക്കി എല്ലാ ദിക്കിലും പോയി അന്വേഷിച്ചിട്ട് വന്നു. യമലോകത്തും സത്യലോകത്തും എന്ന് വേണ്ട, ഈ കണ്ട ലോകം മുഴുവനും പോയി അന്വേഷിച്ചു. പക്ഷേ ഒരു ദിക്കിലും കുട്ടിയെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ വലിയ കേമമായിട്ട് തിരിച്ചു വന്നു. ആ ബ്രാഹ്മണന്റെ മുമ്പിൽ ലജ്ജയോട് കൂടിയിട്ട് ആ ബ്രാഹ്മണന്റെ മുമ്പിൽ വിഷമത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ്. ബ്രാഹ്മണന്റെ ചീത്ത വിളിയൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതായത് ബ്രാഹ്മണനോട് ഞാൻ രക്ഷിച്ചോളാം കുട്ടിയെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറയുണ്ടായി, ബ്രാഹ്മണൻ സംശയം പറഞ്ഞുല്ലോ, ഇയാളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഗംഭീരമായിട്ട് അഹങ്കാരത്തോടു കൂടിയിട്ട് ബ്രാഹ്മണനോട് പറയുണ്ടായി, രക്ഷിക്കാൻ എങ്ങാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഇല്ലത്ത് ഈ മുറ്റത്ത് ദേഹത്യാഗം ചെയ്യും. എനിക്കെങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ മുറ്റത്ത് ഈ ദേഹം
ഇല്ലാണ്ടാക്കും എന്നൊക്കെ വലിയ കേമമായിട്ട് പറയുണ്ടായി. അപ്പോൾ ആ അർജുനന് താൻ വാക്ക് പറഞ്ഞതൊക്കെ ഓർമ്മ വന്നു. വേഗം തന്നെ അഗ്നി കൊളുത്തി. അങ്ങനെ ആ അഗ്നിയെ 3 തവണ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദേഹത്യാഗത്തിനായിട്ട് പുറപ്പെടുകയാണ്. ഓരോ തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും ആ തീജ്വാല കാണുമ്പോൾ ഭഗവാന്റെ മഞ്ഞപ്പെട്ട ഓർമ്മ വരും. ഭഗവാൻ ചോദിച്ചതാണ് തന്നോട് എന്തെങ്കിലും സഹായം വേണോന്ന്. എൻ്റെ അഹങ്കാരം കൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. 3ാമത്തെ പ്രദക്ഷിണം വെക്കുമ്പോഴേക്കും ഭഗവാൻ ദ്വാരകയിൽ നിന്ന് അർജുനന്റെ അടുത്തേക്ക് എത്തി. 3ാമത്തെ പ്രദക്ഷിണം വെച്ച് അർജുനൻ ആ തീയിലേക്ക് ചാടാൻ പോകുമ്പം പിന്നിൽ നിന്ന് വന്ന് ഭഗവാൻ പിടിക്കുകയാണ് അർജുനനെ. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു തോന്നലിന് അങ്ങോട്ട് ചാടിയാൽ പിന്നെ തിരിച്ചു ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അർജുന? എന്തു പറ്റി? എന്താണ് തൻ്റെ വിഷമം എന്നൊക്കെ ചോദിക്കുകയാണ്. അർജുനൻ തൻ്റെ സങ്കടങ്ങൾ മുഴുവനും പറയുകയാണ്. ഭഗവാനെ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനിങ്ങനെ ഈ ബ്രാഹ്മണന് വാക്ക് കൊടുത്തു. ഈ ബ്രാഹ്മണൻ്റെ കുട്ടികളൊക്കെ മരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണന് ഞാൻ വാക്ക് കൊടുത്തു, കുട്ടിയെ രക്ഷിച്ചോളാന്ന്. പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല, രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണ്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, താൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെയും കൂട്ടി ഭഗവാൻ പോവുകയാണ്. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അർജുനനെയും കൂട്ടി ഭഗവാൻ നേരെ പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ്? വൈകുണ്ഠത്തിലേക്കാണ് ആ അർജുനനെയും കൂട്ടി ഭഗവാൻ പുറപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബ്രാഹ്മണൻ വിചാരിക്കുകയാണ് അത്രേ. ബ്രാഹ്മണ പത്നിയോട് പറയുകയാണ്, ഇതിപ്പോൾ എന്താ ഉണ്ടായതെന്ന് ഒരു പിടുത്തമില്ല. ആ ഭഗവാൻ വന്നു, എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചത് പോലും ഇല്ല. ആ വിദ്വാനെയും കൂട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതെന്താണ് എന്ന് ഒരു പിടുത്തമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു ഭഗവാൻ അർജുനനെയും കൂട്ടി. ആ വൈകുണ്ഠത്തിൽ ചെന്ന് വൈകുണ്ഠവതിയെ കണ്ട് രണ്ടുപേരും നമസ്കരിച്ചു. ഇപ്പോൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പം ആ ബ്രാഹ്മണൻ്റെ 10 കുട്ടികളും അവിടെ ഉണ്ടത്രേ. 10 കുട്ടികളുടെ ഒരു യോഗം അല്ലേ? ആ വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയോടൊപ്പം, ലക്ഷ്മി ദേവിയാണത്രേ കുഞ്ഞുങ്ങളെ നോക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭക്തന് വേണ്ടിയിട്ട് എന്തെന്തൊക്കെ പങ്കപ്പാടാണല്ലേ. ആ 10 കുഞ്ഞുങ്ങളെയും വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെയും അവിടെ കാണുകയുണ്ടായി. അങ്ങനെ അവിടെ ചെന്നു രണ്ടുപേരും ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാന് മനസ്സിലായി അഹങ്കാരമൊക്കെ തീർന്നു അർജുനൻ്റെ. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ആ ബ്രാഹ്മണൻ്റെ കുട്ടികളെ ഇനി തിരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, ആ ബ്രാഹ്മണന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി ഈ 10 കുഞ്ഞുങ്ങളെയും കൊണ്ട്, 10ാമത്തെ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് അല്ലേ, ആ കുട്ടികളെയും കൊണ്ട് 10 പേര് തന്നെയല്ലേ ഉള്ളൂ അല്ലേ? ഇവിടുന്ന് പോരുമ്പോൾ ഒരാൾ എക്സ്ട്രാ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അല്ലേ? ഓ, ഈ 10 കുട്ടികളെയും കൂട്ടിയിട്ട് വൈകുണ്ഠത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. ഭഗവാനുണ്ട്, ഭഗവാന്റെ കൂടെ അർജുനനുണ്ട്, ഭഗവാന്റെ കയ്യിൽ ഇപ്പം ജനിച്ച ആ കുഞ്ഞുണ്ട്. മറ്റു കുഞ്ഞുങ്ങളെല്ലാം ഭഗവാനോടൊപ്പം അർജുനനോടൊപ്പം വൈകുണ്ഠത്തിൽ നിന്ന് വരികയാണ്. വൈകുണ്ഠത്തിൽ നിന്ന് വരുന്നതാണ് നമുക്ക് കാണാം അല്ലേ? വൈകുണ്ഠത്തിൽ നിന്ന് അർജുനനും ഭഗവാനും കുഞ്ഞുങ്ങളെയും കൂട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ആ കുട്ടികളെയും കൂട്ടി ഭഗവാനും അർജുനനും ബ്രാഹ്മണൻ്റെ ആ ഇല്ലത്ത് ആ മുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ്. കുഞ്ഞുങ്ങളെയും കൂട്ടി ഭഗവാനും അർജുനനും ആ ബ്രാഹ്മണ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ബ്രാഹ്മണ പത്നിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അത്രേ. ബ്രാഹ്മണ പത്നിയോട് പറയുകയാണ്, അതാ നോക്കൂ, ആരാണ് വരുന്നത് എന്ന് നോക്കൂ, എന്താണിത് എന്ന് ആ അതിശയിച്ച് നോക്കി നിൽക്കുകയാണ് ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും. ആ ഭഗവാനെ കണ്ടു, എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ബ്രാഹ്മണന്. എത്ര നാളായി താൻ പ്രാർത്ഥിക്കണോ കാത്തിരിക്കണോ, ഇതുവരെ ഒന്ന് ശരിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സന്തോഷമായി ബ്രാഹ്മണന്. തൻ്റെ ആ കുഞ്ഞുങ്ങളെയും കാണുകയാണ് ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും. ഭഗവാൻ
ആ കുഞ്ഞിനെ അർജുനന്റെ കയ്യിലേക്ക്, അർജുനന്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലൊക്കെ വാങ്ങി വെച്ചോളൂ. ആ ഉണ്ണിയെ അർജുനന് കൊടുക്കുകയാണ് ഭഗവാൻ. അർജുനനോട് പറഞ്ഞു, ഇയാൾ തന്നെ കൊടുത്തോളൂ. അർജുനൻ ആ ഉണ്ണിയെ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ ആ ഉണ്ണിയെ അമ്മയുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അമ്മയുടെ അടുത്ത് കൊടുത്തു. അമ്മ അത് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയായിട്ട്, ഓരോരോ കുഞ്ഞുങ്ങളെ ആയിട്ട് കൊടുക്കുകയാണ് കയ്യിൽ. ഓരോരുത്തരെ വാങ്ങുമ്പോഴും ആ ബ്രാഹ്മണൻ നല്ലോണം അർജുനനെ ഒന്ന് അനുഗ്രഹിക്കണം. ഓരോരുത്തരെ വാങ്ങുമ്പോഴും അമ്മ എടുത്തോളൂ, കുട്ടിയെ എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്നോളൂ. ഓരോരോ കുട്ടികളെയും ആ ബ്രാഹ്മണ പത്നി കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തുക, കൂടെ നിർത്തുക. പരിചയമില്ല കുട്ടികൾക്ക്. നല്ലൊരു സ്ഥലത്തായിരുന്നു, വൈകുണ്ഠത്തിലായിരുന്നു. ഭഗവാനെയും ലക്ഷ്മി ദേവിയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഈ പരിചയമില്ലാത്ത മുഖങ്ങൾ കണ്ടപ്പോൾ കുട്ടികളാകെ ഒന്ന് പരിഭ്രമിച്ചു. അച്ഛനെയും അമ്മേനെയും ആരെയും കണ്ടിട്ടില്ല. ആരെയാണ് കണ്ടിരിക്കുന്നത്? ജനിച്ചപ്പം മുതൽ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നതാണ്. വൈകുണ്ഠത്തിൽ യാതൊരു കുണ്ഠതയും ഇല്ലാതെ, യാതൊരു സങ്കടമില്ലാതെ കഴിഞ്ഞു കൂട്ടിയതാണ്. ഇവിടെ എത്തിയപ്പോൾ തുടങ്ങി അല്ലേ? അങ്ങനെ സങ്കടപ്പെട്ടു. തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. എനിക്കിവിടം വേണ്ടായോന്ന്. അങ്ങനെ ഓരോ കുട്ടികളെയും തിരിച്ചു കിട്ടി. 10 കുഞ്ഞുങ്ങളെയും കിട്ടി. ആ കുഞ്ഞുങ്ങളെ മുന്നിൽ നല്ലോണം കുറച്ചും കൂടി മുന്നോട്ട് കയറി നിന്നോളൂ നിങ്ങൾ. ബ്രാഹ്മണ പത്നി ആ ഭഗവാനെ കയ്യിലെടുത്തോളൂ. ബ്രാഹ്മണ പത്നി ആ ഭഗവാനെ കയ്യിലെടുത്തോളൂ. ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും മറ്റ് എല്ലാ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളെ മുന്നിലേക്ക് നിർത്തിക്കോളൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാം കാണത്തക്ക വിധത്തിൽ മുന്നിലേക്ക് നിർത്തിക്കോളൂ. അങ്ങനെ 10 കുഞ്ഞുങ്ങളെയും തിരിച്ചു കിട്ടി. ആ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മളും പ്രാർത്ഥിച്ചോളുക, എല്ലാവർക്കും സത്സന്താനങ്ങൾ ഉണ്ടാവണേ. ആ സത്സന്താനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സത്സന്താനങ്ങൾ